ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ റെഡിയായിട്ട് ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇപ്പം ഞാൻ 3:35 ആയിട്ടുള്ളൂ. സോ റെഡിയായി പോകുന്നതൊരു റൈഡിനാണ്. ഒരു ബൈക്കേഴ്സ് റൈഡ് മീറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോകാമെന്ന് അവൻ്റെ കൂടെ. അപ്പം അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി ഞങ്ങൾ. അപ്പം ഞാൻ വരുന്നതുകൊണ്ട് അവൻ കാർ എടുത്തത്. സാധാരണ ബൈക്കിലാണ് പോവുക. ബൈക്കിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്ന സ്ഥലം ആ ബൈക്ക് കൊണ്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട്, അതായത് കുറച്ച് റിസ്ക്കാണ് ആ വഴിയിലൂടെ ബൈക്ക് കൊണ്ടുപോകുന്നത്. അത് കാരണം കൊണ്ട് ബൈക്ക് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരും, അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബൈക്കിലായിരിക്കും വരിക. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സൺഡേയും അവൻ ഇങ്ങനെ റൈഡിന് പോകാറുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു റൈഡിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ബൈക്കിൽ. കുറച്ച് ദൂരം പോകുമ്പോഴേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ മതിയായിട്ടുണ്ടായിരുന്നു. കാരണം ആ ബൈക്കിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിലിരിക്കുന്നവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ആ ബൈക്കിൽ അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ കാറിലാണ് പോയത്. പിന്നെ നമ്മൾ ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട്സ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എത്തി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഈ പോകുന്ന സ്ഥലത്തോട്ട് കുറച്ച് ദൂരമുണ്ട്. ഒരു 3/4 മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരം പുലരാത്തതുകൊണ്ട് ഫുള്ള് ഇരുട്ടത്തന്നെയായിരുന്നു. പുലർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരുടെ കയ്യിലും ഓരോരോ ടൈപ്പ് ഓഫ് സൂപ്പർ ബൈക്കുകൾ ഉണ്ട് കേട്ടോ. ആക്ച്വലി അത് ഞാൻ അങ്ങനെ ബൈക്കിൻ്റെ ഒരു വീഡിയോ കൂടെ അവിടെ ചെന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓൺ ദ വേ അവർ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ സൂപ്പർ ബൈക്കുകൾ ഉണ്ട്. അങ്ങനെ കുറേ ദൂരം പോയി. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ആക്ച്വലി കുറച്ചിങ്ങനെ ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു ആ വഴിയിൽ. പിന്നെ ഫ്രണ്ട്സ് ഓൾറെഡി പോയിട്ടുണ്ട്. അവനും ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ്. അവൻ മുന്നേ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവൻ പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അവൻ്റെയും ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കുറേ പേര് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അടിപൊളിയാണ്, കാണാൻ അടിപൊളിയാണ്. സൺറൈസ് കാണാനാണ് മെയിനായിട്ട് എല്ലാവരും ആ സ്ഥലത്തേക്കൊട്ട് പോവുക. അപ്പോൾ സൺറൈസ് കാണാമെന്ന ഉദ്ദേശത്തിലാണ് എല്ലാവരും കൂടി അങ്ങോട്ട് റൈഡ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പൊതുവേ സൺറൈസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ എണീക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സൺറൈസ് കാണാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ എണീക്കാറുണ്ട്. എനിക്ക് നേരത്തെ എണീക്കാൻ ഇഷ്ടമാണ് അങ്ങനെ പോകാനായിട്ട്. ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ. നമ്മൾ കുറേ നേരം അങ്ങനെ നിന്നു പോവും. അങ്ങനെ അത് കണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനത്തെ സൺറൈസ് പോയിന്റിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് സൺറൈസ് കാണാൻ ഇതൊരു പുതിയ സ്പോട്ട് ആക്ച്വലി കണ്ടുപിടിച്ചു. ഇനി കസിൻസൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ളതായിരുന്നു ഞാനും അവനും തീരുമാനിച്ചത്. നെക്സ്റ്റ് ഒരു സൺറൈസ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചുറ്റും ഇത് കാണാൻ സാധിക്കുന്നുണ്ടോയെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഗ്രീനറിയാണ് കേട്ടോ. 2 ഭാഗത്തും നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളായിരുന്നു. കുറേ പേര് വരുന്നൊരു സ്പോട്ടായിരുന്നു അത്. നമ്മൾക്കത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കുറേ പേര് ആ സ്പോട്ടിൽ വരുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വരാറുണ്ട്, അത് നല്ലൊരു സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരുന്നു പോയത് അങ്ങോട്ടുള്ള ആ സ്ഥലത്തോട്ട്. കുറച്ചധികം ദൂരം ഉണ്ട് പോവാനായിട്ട്. She calls me day and night. I'm sorry girl, you just don't make me feel right. I never meant to make you cry, you were right. Just leave me be, I'm not gonna put up a fight. And every time you wake up feeling worse and then you check the time. It's never what it feels like, just throw me a dime. If everything was good then you would feel alive. If everything was good then you would feel alive.
ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാനായിട്ട്. നല്ല രസമുണ്ട്, നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, വളരെയധികം തണുപ്പുണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ ഇടായിരുന്നു എന്ന് തോന്നിപ്പോയി, പക്ഷേ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജീൻസും ടീഷർട്ടിലുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഇതൊക്കെയാണ്, ഇത് ട്രയംഫാണ് കേട്ടോ, ഈ ബൈക്ക് ട്രയംഫാണ്. പിന്നെ അതുപോലെ ഇതങ്ങനെ ഓരോരോ സൂപ്പർ ബൈക്കാണ്. ഇതേതാ ബൈക്ക് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല, ബൈക്ക് അറിയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിഞ്ച ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് സുസുക്കിയുടെ ഏതൊരു ബൈക്കാണ്. കാവാസാക്കി ബൈക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ സൂപ്പർ ബൈക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ബൈക്ക് ഇത് CBR എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല. എന്തായാലും അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ സൂപ്പർ ബൈക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതും ഒരു ടയർ പഞ്ചറായി. അവിടെ എന്തോ വരുന്ന വഴിക്ക് സംഭവിച്ചു. അപ്പോൾ അത് കാരണം അത് ചേഞ്ച് ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവരിനെ. ആക്ച്വലി അവരാണ് കേട്ടോ കൂടുതൽ ചെയ്തത്. അവരാണ് ടയർ മാറ്റാനും എല്ലാത്തിനും അവരായിരുന്നു കൂടെ നിന്നത്. അവന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉള്ളത് അടിപൊളിയല്ലേ. അപ്പോൾ അവരുടെ കൂടെ വന്നതുകൊണ്ടും അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയായിപ്പോയേനെ. ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയതുകൊണ്ട് അവരും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ മാറ്റിക്കൊണ്ടിരിക്കുന്നതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതേ സൺറൈസായി കണ്ടോ, നല്ല രസമല്ലേ, അത് കാണാനായിട്ട് എന്ത് ഭംഗിയാലേ. അപ്പോൾ അതിൽ ആക്ച്വലി ഇവർ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബൈക്ക് സെറ്റാക്കുമായിരുന്നു. ഓരോരോ ബൈക്ക് ഓരോരോ പൊസിഷനിലൊക്കെ വെക്കണമല്ലോ. ചിലവരൊക്കെ സോളോ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ ഗ്രൂപ്പായിട്ട് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിനെ സെറ്റാക്കുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാനായിട്ട് ഇത്ര ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഒരു തവണ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യണം. അവനും ഞാനും കൂടെ ഒരിക്കൽ കൂടെ ആ പോയിന്റിലേക്ക് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത്ര നല്ല സ്ഥലമാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാനും ഇങ്ങനത്തെ വ്യൂ എല്ലാം കാണാനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയും പ്ലാൻ ചെയ്യണം. എല്ലാവരും വരുമ്പോൾ ഒരിക്കൽ കൂടെ പോകണം. ഇപ്പോൾ നോക്കൂ, അത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് വ്യൂ അറിയുന്നില്ലേ, നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. പക്ഷേ കുറേ തിരക്കുള്ളൊരു കടയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് അതേ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഒരു വീഡിയോ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അത് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ ചെയ്യായിരുന്നു. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഫുട്ടേജ് വേണം, ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും നിൽക്കുന്നുണ്ടായിരുന്നു.